മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 8 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ദുരന്തബാധിതർക്ക് നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണോദ്ഘാടനം ഇവിടെ നടന്നിരിക്കുകയാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടന പ്രവർത്തികളൊക്കെ തന്നെ നടന്നത്. നേതാക്കന്മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 105 വീടുകളാണ് ഈ ഒരു ഭാഗത്ത് നിർമ്മിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മെയിൻ റോഡിന് സമീപത്ത് തന്നെ മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള 11 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്ന് അതിന്റെ 105 വീടുകളുടെ അതിന്റെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞത്. 1000 സ്ക്വയർ ഫീറ്റ് വീട്, അതുപോലെ 8 സെന്റ് ഭൂമി എന്നതാണ് ഓരോ ദുരന്തബാധിതർക്കും ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ദുരന്തബാധിതരൊക്കെ തന്നെ വാടക വീടുകളിൽ കഴിയുകയാണ്. മുസ്ലിം ലീഗിന്റെ ഈ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ വിവാദമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ പരിഹാരമായിക്കൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. 8 മാസം കൊണ്ട് പൂർണ്ണമായും ഈ ഭവന പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് വേഗത്തിലാക്കും. ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പൊ എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ദുരന്തബാധിതർക്ക് വീട് കൈമാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിലെ ഈ ഭൂമി ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നേതാക്കൾ പങ്കുവച്ചത്. എന്തായാലും ഏറെ ആശ്വാസകരമായ കാര്യമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏറ്റവും വൈകാതെ 8 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ദുരന്തബാധിതർക്ക് കൈമാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവച്ചത്. വയനാട്ടിൽ നിന്നും ഫൈസ് നെടുമ്പാല, മീഡിയ 1.